ഈ ഞങ്ങളുടെ മുരളി സാറിനെതിരെ മത്സരിക്കാൻ തയ്യാറാകുമോ? മുരളി സാർ ആരാ? ദൈവമാണോ? മുരളി സാറിനെതിരെ മത്സരിക്കാൻ പറ്റിയല്ലേ? പിണറായി വിജയൻ ഞങ്ങൾക്ക് പുല്ലാണോ? പിന്നെയാണോ നിങ്ങളുടെ മുരളി സാർ? പിണറായി വിജയൻ ഞങ്ങൾക്ക് പുല്ലാണ്. അതുകൊണ്ട് മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ രണ്ടു കാലം നടക്കേല എന്ന് സഖാക്കൾ ഓർത്ത് ഒരു സംശയം വേണ്ട. ഇത് കോട്ടയമാണ്, കേരളമാണ്. അതിലുപരി പറയാം, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ് ഇത് എന്ന് നിങ്ങൾ മറക്കരുത്. സഹോദരി സഹോദരന്മാരെ, ജനപ്രിയ മെമ്പറായ BR മഞ്ജുഷിനെ വധിക്കുവാൻ CPM-ന്റെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചന അത് വെളിച്ചത്ത് കൊണ്ടുവരുവാൻ ഇതാ BJP-യുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനമാണ് ഇതാ കടന്നു വരുന്നത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവ് BR മഞ്ജുഷിനെ അതിക്രൂരമായി മർദ്ദിച്ച് വധിക്കുവാൻ ശ്രമിച്ച CPM കാബാലികന്മാരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാർ, ഈ പ്രതിഷേധ സമരത്തിൽ അണിചേരണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ടിതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ശ്രീകുമാറിനെയും മനോജിനെയും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ BR മഞ്ജുഷിനെയും വീട് കയറി ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച സാമൂഹിക വിരുദ്ധരെ, CPM-ന്റെ കാബാലികരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ബഹുമാന്യരായ നാട്ടുകാരെ, പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഈ പ്രതിഷേധ സമരത്തിൽ അണിചേരൂ. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവ്, ജനപ്രിയ നേതാവ് BR മഞ്ജുഷിന്റെ വീട് കയറി ആക്രമിച്ച് BR മഞ്ജുഷിനെയും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നേതാക്കളായ ശ്രീകുമാറിനെയും മനോജിനെയും അതിക്രൂരമായി മർദ്ദിച്ച് കൊല ചെയ്യുവാൻ ശ്രമിച്ച CPM കാബാലികരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുരളീധരൻ നായരും അനിൽകുമാറും പത്മകുമാറും നേതൃത്വം കൊടുത്ത ഗൂഢാലോചനയുടെ ഫലമായി ഗുണ്ടാസംഘം രാത്രിയുടെ മറവില് പ്രിയപ്പെട്ട നമ്മുടെ നേതാവിനെ വധിക്കുവാൻ ശ്രമിച്ചു. ആ ഗൂഢാലോചന നടത്തിയ ഗുണ്ടാസംഘങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിൽ ജനാധിപത്യ വിശ്വാസികളായ ഈ നാട്ടിലെ എല്ലാ സഹോദരീ സഹോദരന്മാരും അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജനപ്രിയ നേതാവ്, കുറിച്ച് ഗ്രാമപഞ്ചായത്തിലെ പാവപ്പെട്ടവരുടെ നാളായി ഉയർന്ന കൊല ചെയ്യുവാൻ ഗൂഢാലോചന നടത്തിയതിന്റെ ഫലമായി ഇന്നലെ അർദ്ധരാത്രിയിൽ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കയറി 50ഓളം വരുന്ന ഗുണ്ടകൾ
വടിവാളും മാരകായുധങ്ങളുമായി അദ്ദേഹത്തിന്റെ ഭവനം ആക്രമിച്ച് PR മഞ്ജുഷിനെയും വൃദ്ധയായ മാതാവിനെയും സഹോദരങ്ങളെയും കമ്പിവടി അതിക്രൂരമായി മർദ്ദിച്ച് അവിടെ എത്തിയ രാഷ്ട്രീയ സ്വയംസേവക സംഘടന നേതാക്കളായ ശ്രീകുമാരനെയും ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ചു. സന്തോഷേ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ സോഞ്ചോ അവർക്ക് കുറച്ച് നിമിഷത്തേക്ക് ശാന്തരായിരിക്കേണ്ടതാണ്. മുദ്രാവാക്യം വിളി കുറച്ചു നേരത്തേക്ക് നിർത്തിവെക്കേണ്ടതാണ്. ഏറെ ബഹുമാനപ്പെട്ട കോട്ടയം ഈസ്റ്റ് ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ റോഹിത് ചാങ്കോ, ജില്ലാ സെക്രട്ടറി ശ്രീ മനോജ്, ജില്ലാ ഉപാധ്യക്ഷനായ ശ്രീ സോജി എരുമേലി, അതുപോലെ തന്നെ വിവിധ ക്ഷേത്രങ്ങളുടെ മുതിർന്ന കാര്യകർത്താക്കള്, BMSന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ PR രാജീവ്, മറ്റ് ജില്ലാതല മണ്ഡലതല ഭാരവാഹികളെ, ഏറെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഏറെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ, വളരെ ദാരുണമായ ഒരു സംഭവം ഇന്നലെ നമ്മുടെ കുറിശി പഞ്ചായത്തില് 8ാം വാർഡിൽ അരങ്ങേറുകയുണ്ടായി. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ BR മഞ്ജീഷിന്റെ വീട് കയറി CPMന്റെ ഒരു കൂട്ടം കാബാലികൾ ആക്രമണം നടത്തുകയുണ്ടായി.
വളരെ ശാന്തമായി നടന്ന ഒരു തിരുത്തല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ വാർഡുകളിലും വളരെ ശാന്തമായി നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ കണ്ടത്. പക്ഷേ അതിനുശേഷം പരാജയ ഭീതിയോടുകൂടി CPM ആക്രമകാരികൾ BR മഞ്ജീഷിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും സഹോദരന്റെ മക്കളെയും അടക്കം ആക്രമിക്കുകയുണ്ടായി. നിഖിൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലാണ് അന്ന് ആ ആക്രമണം അവിടെ നടന്നത്. അതിന് പിന്നില് ശ്രീ വാസവന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ ഇത്തിത്താനം ജനതാ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ അനിൽകുമാറും അങ്ങനെ ഈ 8ാം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ ഭവനത്തിൽ നിന്നാണ് അവർ അവിടെ എത്തിച്ചേരുകയുണ്ടായത്. ഇത് വളരെ ശക്തമായ ഒരു ഗൂഢാലോചനയാണ് ഇന്ന് നടന്നത്. BR മഞ്ജീഷിനെ CPM കുറിച്ചി പഞ്ചായത്തിൽ എത്രത്തോളം ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ വളരെ വ്യക്തമായ ഒരു സംഭവമാണ് ഇന്നലെ ഈ ഇത്തിത്താനത്ത് അരങ്ങേറിയത്. അദ്ദേഹത്തെ മാത്രമല്ല രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ജില്ലാ കാര്യകർത്താവായ ശ്രീകുമാർജി ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് തല വെട്ടിപ്പൊളുക്കുകയുണ്ടായി. 16 സ്റ്റിച്ച് ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ കോട്ടയം ജില്ലാ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അതുപോലെ തന്നെ കുറിച്ചി പഞ്ചായത്ത് സംയോജകനായ ശ്രീ മനോജ് ചേട്ടനെ കമ്പിവടിക്ക് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. രാഷ്ട്രീയത്തില് CPM അക്രമ രാഷ്ട്രീയം കാണിക്കുമ്പോൾ അവരുടെ അടിത്തറ ഇളകി തുടങ്ങി എന്നതിന്റെ മകുട ഉദാഹരണമാണ് ഇന്നലെ ഇത്തിത്താനത്ത് സംഭവിച്ചത്. ഈ പ്രതിഷേധം മഞ്ജീഷേട്ടനോട് കാണിച്ച ഈ അക്രമത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വളരെ ശക്തമായ പ്രതിഷേധം നടത്തുകയാണ്. കേരളത്തിലെ 7 ജില്ലകളിൽ ഇന്നലെ തിരഞ്ഞെടുപ്പ് നടന്നു. അവിടെ എല്ലാം പല സ്ഥലങ്ങളിലും CPMന്റെ നേതൃത്വത്തിൽ അക്രമങ്ങൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാളെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകും. ഇതിനുശേഷം എന്താണ് നടക്കുന്നതെന്ന് ഈ ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട് CPMന്റെ മറുപടി ഇത്തരത്തിലാണ്. അതായത് ഇലക്ഷന് ശേഷം ഞങ്ങൾ നിങ്ങൾ എല്ലാവരെയും ശാരീരികമായി മർദ്ദിക്കും. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ മാത്രം മർദ്ദിക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ മർദ്ദിച്ചാൽ അതിന് തക്കതായ മറുപടി നൽകും ഭാരതീയ ജനതാ പാർട്ടി എന്ന് ഇവിടെ ഞാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ഇന്നത്തെ ഈ സമ്മേളനം, ഈ പ്രതിഷേധ സമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി ശേഖർ രവീന്ദ്രൻ, പാർട്ടിയുടെ സമാരാധരായ നേതാക്കള്, സഹപ്രവർത്തകര്, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സമാരാധരായ കാര്യകർത്താക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ ഒരു 6 മണിക്ക് ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ഫോണിൽ വിളിച്ചുകൊണ്ടാണ് മഞ്ജീഷിന് ഇത്തരത്തിലൊരു ഗുരുതരമായ പരിക്കേറ്റ വിവരം പറഞ്ഞത്. അത് അദ്ദേഹത്തിനെതിരെയാണെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും അധികം ഞെട്ടലുണ്ടായത്. ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ വരുന്നത് പൂഞ്ഞാർ എന്നാണ് നിങ്ങൾക്കറിയാം. പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും എങ്ങനെ ആയിരിക്കണം ഒരു സ്ഥാനാർത്ഥി, എങ്ങനെ ആയിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ എന്ന് ക്ലാസ് എടുക്കാൻ ഞാൻ വിളിച്ചു വരുത്തിയത് മജീഷിനെ. അത്രയും ജനകീയ അടിത്തറയുള്ള ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാതെ CPMനെതിരെ മത്സരിക്കാൻ തന്റെ ഇടം കാണിക്കുന്ന മജേഷിനെ പോലെ ഒരു പൊതുപ്രവർത്തകനെ നിങ്ങൾ എത്ര ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും അത് ഭാരതീയ ജനതാ പാർട്ടി ഉള്ളിടത്തോളം കാലം, RSS ഈ നാട്ടിലുള്ളിടത്തോളം കാലം അത് നിങ്ങളുടെ സ്വപ്നം മാത്രമായിരിക്കുമെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഒരു കാര്യം CPM മനസ്സിലാക്കേണ്ടത്, 9.5 വർഷക്കാലമായി കേരള സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നിങ്ങൾ. ഇവിടുത്തെ പോലീസിനെ നിയന്ത്രിക്കുന്ന, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നത് 2014-ലാണ്. എന്നാൽ 80കളിലും 90കളിലും 2000കളിലുമൊക്കെ ഒരധികാരവും ഇല്ലാതെ കണ്ണൂർ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ പോർക്കളങ്ങളിൽ നിങ്ങളെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾ ഞങ്ങൾക്ക് വെറും കറിവേപ്പിലയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ, നിങ്ങൾക്ക് ഞങ്ങളെ ഭീഷണിപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് കഞ്ചാവ് മാഫിയയുടെ ആവശ്യമുണ്ട്, കഞ്ചാവ് വലിച്ചു നടക്കുന്ന ചെറുപ്പക്കാരുടെ ആവശ്യമുണ്ട്, പോലീസിന്റെ ഒത്താശ വേണം. പക്ഷെ ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് പഞ്ചായത്ത് ഭരിക്കുന്നില്ല, ഞങ്ങൾ സംസ്ഥാനം ഭരിക്കുന്നില്ല,
ഞങ്ങൾക്കാരുടെയും ഓച്ചാരം വേണ്ട. നിങ്ങൾ പറഞ്ഞ അതേ അർത്ഥത്തിൽ കൈകാര്യം ചെയ്യുവാൻ RSSനോ BJPക്കോ ആരുടെയും ഓച്ചാരം വേണ്ട എന്ന് CPM ഇനിയെങ്കിലും മനസ്സിലാക്കണം. CPMന് ഒരു കാര്യം പറയാം, 6 മാസം കൂടെ കഴിയുമ്പോ നിങ്ങളുടെ ഈ പോലീസ് ഭരണം അവസാനിക്കും. 6 മാസം കൂടെ കഴിയുമ്പോ ഈ സംസ്ഥാനത്ത് നിങ്ങളുടെ ഭരണം അവസാനിക്കും. പിന്നെ നിങ്ങളുടെ മുദ്രാവാക്യം വിളിക്കാനും നിങ്ങളുടെ കൊടി പിടിക്കാനും നിങ്ങൾക്ക് കൂലിക്കാളെ വിളിക്കേണ്ട ഗതികേട് ഈ നാട്ടിലുണ്ടാകും എന്ന് നിങ്ങൾ മറക്കരുത്. ഇത് ആരുടെയും ഔദാര്യമില്ലാതെ, ഒരു പ്രതീക്ഷയും ഇല്ലാതെ, ഒന്നിനു വേണ്ടിയുമല്ലാതെ ഈ രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ഒരു പറ്റം ആളുകളാണ് ഈ പ്രസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ ദിവസവും വളരുകയാണ്. നിങ്ങളുടെ കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് നിങ്ങൾ അറിയുന്നില്ല. അത് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാവും. മജേഷിന്റെ വീട്ടില് 9:30 മണിക്ക് മജേഷിന്റെ ഭീഷണി തുടങ്ങി. എന്താണ് പേര്? നിഖിൽ എന്ന് പറയുന്ന ആള് 9:30 മണിക്ക് ഭീഷണിപ്പെടുത്തുന്നു. 10:30 മണിക്ക് വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു. 11 മണിയായപ്പോ മനോജിന്റെ വീട്ടിലെത്തി അവിടെ കയ്യാങ്കളി ഉണ്ടാകുന്നു. അതിനുശേഷം അവിടെ എത്തിയത് ആരൊക്കെയാ? പ്രിയങ്കരനായ നിങ്ങളുടെ നാട്ടിലെ നേതാവ്, നമ്മുടെ ജില്ലയിൽ നിന്നുള്ള ഏക മന്ത്രി VN വാസവൻ, അദ്ദേഹത്തിന്റെ അഡീഷണൽ PS പത്മകുമാർ, അദ്ദേഹം നോക്കി നിൽക്കുമ്പോഴാണ് ഈ ക്രൂരത നടക്കുന്നത്. എത്ര ദയനീയമായ അവസ്ഥയാണ്. 1.5 മണിക്കൂർ. ഇന്ന് ഇഷ്ടംപോലെ പോലീസ് ഉണ്ടല്ലോ നമ്മുടെ ചുറ്റും നടക്കാൻ. എത്രമാത്രം പോലീസ് ഇന്ന് ഇവിടെ ഉണ്ട്? 1.5 മണിക്കൂർ കഴിഞ്ഞു. പോലീസിൽ അക്രമം നടക്കുന്നു എന്ന് വിവരമറിച്ചതിന് ശേഷം 1.5 മണിക്കൂർ കഴിഞ്ഞാണ് പോലീസ് സംഭവ സ്ഥലത്തെത്തിയത്. നിങ്ങൾക്കറിയോ, 16 സ്റ്റിച്ച് പ്രിയങ്കരനായ ശ്രീകുമാർജിയുടെ തലയില് 16 സ്റ്റിച്ചുണ്ട്. ആ മനുഷ്യന് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നത്. കൊലപ്പെടുത്തണമെന്ന് തന്നെ ആഗ്രഹിച്ചുകൊണ്ട്, ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ അക്രമം നടത്തിയിട്ടുള്ളത്. പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, സമ്മതിച്ചു, നല്ല കാര്യം. പക്ഷേ അവിടെ ആക്രമിക്കാൻ വന്നത് 2 പേരാണോ പോലീസെ? അവിടെ 50-ലധികം ആളുകളാണ് ആ വീട്ടിലേക്ക് ഇറച്ചി കയറിയത്. ഈ നാട്ടിലെ കഞ്ചാവ് മാഫിയ മുഴുവൻ ഉണ്ടായിരുന്നു. ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള മാഫിയകൾക്കെതിരെ പ്രതികരിച്ച മജീഷിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു പഞ്ചായത്ത് ഓഫീസില് ഇപ്പൊ ഇവിടെ അനൗൺസ് ചെയ്തപ്പോ എനിക്ക് അഭിമാനം തോന്നി. എനിക്കറിയാം മജീഷിനെ നേരത്തെ. ഏത് മനുഷ്യൻ പഞ്ചായത്തിലേക്ക് വന്നാലും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെക്കാൾ ഉത്തരവാദിത്തത്തോടുകൂടി അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ, അത് ജാതി നോക്കാതെ, മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു ജനകീയ നേതാവിനെ നിങ്ങൾ ഇല്ലായ്മ ചെയ്താൽ 1000 മജീഷുമാരുണ്ടാകും ഈ നാട്ടിൽ. നിങ്ങൾക്കൊരു സംശയം വേണ്ട. ഇത്തരത്തിലുള്ള നടപടികളുമായി CPM മുമ്പോട്ട് പോകുവാൻ, അതിനെ ജനകീയമായി തന്നെ ഞങ്ങൾ പ്രതിരോധിക്കും. അടി കൊണ്ടുകൊണ്ട് വീട്ടിൽ പോകാൻ ഞങ്ങൾ കോൺഗ്രസ് അല്ല എന്ന് CPM മനസ്സിലാക്കണം. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വാക്കാണ്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. ഇതിനെതിരെ ഗൂഢാലോചനയെ സംബന്ധിച്ച് പത്മകുമാറിന്റെയും അദ്ദേഹത്തോടൊപ്പം നമ്മുടെ ഇത്തിത്താന സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് മുരളി അനിൽ അദ്ദേഹവും ഇതോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു. മജേഷിനോട് ചോദിച്ചിട്ട്, നീ ഞങ്ങളുടെ മുരളി സാറിനെതിരെ മത്സരിക്കാൻ തയ്യാറാകുമോ? മുരളി സാർ ആരാ? ദൈവമാണോ? മുരളി സാറിനെതിരെ മത്സരിക്കാൻ പറ്റിയല്ലേ? പിണറായി വിജയൻ ഞങ്ങൾക്ക് പുല്ലാണോ? പിന്നെയാണോ നിങ്ങളുടെ മുരളി സാർ? പിണറായി വിജയൻ ഞങ്ങൾക്ക് പുല്ലാണ്. അതുകൊണ്ട് മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ 2 കാലം നടക്കുകയില്ല എന്ന് സഖാക്കൾ ഓർത്ത് ഒരു സംശയം വേണ്ട. ഇത് കോട്ടയമാണ്, കേരളമാണ്. അതിലുപരി പറയാം, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ് ഇത് എന്ന് നിങ്ങൾ മറക്കരുത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ മജീഷിനെതിരെ, ശ്രീകുമാറിനെതിരെ, മനോജിനെതിരെ, ആ കുടുംബത്തിനെതിരെ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആ കുടുംബത്തെ നിങ്ങളെല്ലാം ഫോട്ടോ കണ്ടു കാണും. ആ വീടിനകത്ത് കയറി കാണിച്ച് ഈ തോന്നിവാസത്തിനെതിരെ പോലീസ് നടപടി സ്വീകരിക്കണം. ഇതിന്റെ പുറകിൽ നടന്ന ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണം. പത്മകുമാർ ഉൾപ്പെടെയുള്ളവരുടെ ഇതിന്റെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണം. അവരെ പ്രതി ചേർത്തിട്ടില്ല ഈ നിമിഷം വരെ. അത് മാത്രമല്ല,
രണ്ടുപേരെ പ്രതി ചേർത്തുകൊണ്ട് വിഷയത്തിന് 50 പേര് നടത്തിയ ഒരു ഗുണ്ടായുസത്തിന് 50 പേര് നടത്തിയ ഒരു അതിക്രമത്തിന് രണ്ടുപേരെ പ്രതി ചേർത്ത് റിമാൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ സമാധാനിച്ച് വീട്ടിൽ പോകുമെന്ന് പോലീസ് വിചാരിക്കരുത്. നടപടി ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഈ ജില്ല ഉൾപ്പെടെ ഈ ജില്ല മുഴുവൻ വ്യാപിക്കുന്ന പ്രതിഷേധ പരിപാടിയുമായി ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഏറെ ബഹുമാനപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും നമസ്കാരം. കുറിച്ചി ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുമായ BR മഞ്ജീഷിനെതിരെയും RSSന്റെ ജില്ലാ കാര്യകർത്താവ് ശ്രീകുമാറിയേട്ടനെതിരെയും ബഹുമാനപ്പെട്ട മനോജിനെതിരെയും ഇവിടുത്തെ CPM ഗുണ്ടകൾ നടത്തിയ കൊലപാതക ശ്രമത്തിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി കോട്ടയം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ശക്തമായ പ്രതിഷേധം ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, BR മഞ്ജേഷിനെ പോലെ ഒരാളെ വധിക്കുന്നതിന് വേണ്ടി ആലോചന നടത്തുക എന്നതുപോലും വളരെ നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ 2 ടേമായിട്ട് ഇവിടുത്തെ ഈ വാർഡിലെ അല്ലെങ്കിൽ 8ാം വാർഡിലെ മെമ്പറായിട്ട് ഒരു യാതൊരുവിധ ഫ്ലെക്സോ പോസ്റ്ററോ ഒന്നുമില്ലാതെ ഇവിടുത്തെ ഒരു കുടുംബത്തിലെ അംഗമായി മാറിയ ബഹുമാനപ്പെട്ട മഞ്ജീഷിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ ജനകീയ വിഷയങ്ങളിലെല്ലാം ഇടപെട്ട് ഇവിടുത്തെ ഒരു കുടുംബക്കാരനായി മാറിയ ശ്രീകുമാറിയേട്ടനെയും മനോജിനെയും വധിക്കുവാന് കോട്ടയത്തെ ഒരു മന്ത്രിയുടെ PAയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ ഒരു കൊലപാതക ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ള കാര്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് അറിയാം. നമുക്കറിയാം, ഇതിനു മുമ്പും ഭാരതീയ ജനതാ പാർട്ടിയെ കൈകാര്യം ചെയ്ത് ഒതുക്കാം എന്ന് ശ്രമിച്ചിടത്തെല്ലാം ഭാരതീയ ജനതാ പാർട്ടി തങ്ങളുടെ പതാക ഉയർത്തിപ്പിടിച്ചിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം ഇവിടുത്തെ സഖാക്കള് ഓർക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ BJPക്കെതിരെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് വന്നവർ ഇന്ന് സമരം നടത്തുന്നതിന് പകരം സഖാക്കളെ കഞ്ചാവും അതുപോലെയുള്ള മയക്കുമരുന്നുകൾ നൽകി നമ്മളെ പാത്തും പതുങ്ങിയും ഉപദ്രവിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. നേരിട്ട് സംവാദത്തിന് വന്ന് നേരിട്ട് കാര്യങ്ങൾ പറയാൻ മടിക്കുന്ന ഒരു തരത്തിൽ നിന്ന് അവർ മാറിയിരിക്കുകയാണ്. ജനകീയ വിഷയങ്ങളിൽ നിന്ന് ഇടതുപക്ഷങ്ങൾ മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയ സ്വീകരണം, ഇടത് വലത് മുന്നണികൾ അവർക്ക് വേണ്ടപ്പെട്ട കുടുംബങ്ങളിൽ മാത്രം തെരഞ്ഞെടുത്ത് പോകുമ്പോൾ BJPയുടെ പ്രവർത്തകര് നമ്മുടെ ഓരോ സ്ഥാനാർത്ഥിമാരും കുടുംബങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ വലിയ സ്വീകരണമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന നേതാവ് രാജീവേട്ടനൊക്കെ മുന്നോട്ട് വെച്ച ആ വികസന കാഴ്ചപ്പാട് ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെയാണ് ഇന്ന് ഇവിടുത്തെ ഓരോ പ്രവർത്തകരും. ആ പ്രവർത്തകരോടൊപ്പം തന്നെ ജനങ്ങളും. ഈ ഒരു അവസരത്തിൽ നമ്മൾ അവരുടെ പരാജയം, നമുക്കറിയാം, CPMനെ സംബന്ധിച്ചിടത്തോളം ഏതോ ഒരു പട്ടിണി രാജ്യത്ത് ഉത്ഭവിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്ന് ആ രാജ്യത്ത് നിന്ന് തന്നെ അത് ഇല്ലെന്നായിരിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും അത് മാറി ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ്. നമ്മുടെയൊക്കെ ഒരു വലിയ ഉത്തരവാദിത്തം ഏതാണെന്ന് ചോദിച്ചാൽ ഈ കമ്മ്യൂണിസത്തെ അറബിക്കടലിലേക്ക് കഴുകിക്കളയുക എന്നൊരു വലിയ ഉത്തരവാദിത്തമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉള്ളതെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഇതിൽ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് നമുക്കറിയാം, ഏറ്റുമാനൂര് ഉണ്ടായ ഒരു സംഭവം, അതിന് ഭാരതീയ ജനതാ പാർട്ടി അടുത്ത ദിവസം എങ്ങനെയാണ് പ്രതികരിച്ചതെന്നുള്ളത് ഇവിടുത്തെ CPMകാർക്കറിയാം. വലിയ പൊട്ടിക്കോശങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. കാരണം അന്ന് ആ ഞങ്ങളുടെ പ്രവർത്തകനെ ഉപദ്രവിച്ചവർക്ക് അടുത്ത ദിവസം കൊടുത്ത മറുപടി എന്താണെന്ന് ഓർത്താൽ നല്ലതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. കോട്ടയം ജില്ലാ സെക്രട്ടറിയും കുറിച്ചി പഞ്ചായത്തിന്റെ പ്രഭാരിയുമായ ശ്രീ A. മനോജ് ചേട്ടനെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചു. ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഈ പ്രതിഷേധ യോഗത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന പാർട്ടിയുടെ ആദരണീയനായ അധ്യക്ഷൻ, മണ്ഡലം അധ്യക്ഷൻ ശ്രീ ബിനീഷ് വിജയനാഥ്, ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഷോൺ ജോർജ് അവർകൾ, മുഖ്യപ്രഭാഷണം നടത്തിയ പാർട്ടിയുടെ
പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ റോയ് ചാക്കോ അവറുകൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സംഘ പരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നമ്മുടെ പ്രിയപ്പെട്ട BR മഞ്ജീഷിനെയും അതേപോലെ തന്നെ J ശ്രീകുമാറിനെയും V മനോജിനെയും അതിദാരുണമായി കൊലപ്പെടുത്താൻ നോക്കിയത് കേവലം യാദൃച്ഛികമല്ല. V മനോജ് ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഈ പഞ്ചായത്തിന്റെ ഇൻചാർജാണ്. G ശ്രീകുമാർ ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഈ നിയോജക മണ്ഡലത്തിന്റെ ഇൻചാർജാണ്. BR മഞ്ജീഷ് കേരളത്തിൽ തന്നെ മാതൃകാപരമായിട്ട് ഒരു പോസ്റ്ററോ ഫ്ലെക്സോ പോലും ഇല്ലാതെ ജനകീയമായി പ്രവർത്തിച്ചെങ്ങനെ മെമ്പറാവാമെന്ന് 2 വട്ടം തെളിയിക്കുകയും ഈ കുറിച്ചി പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് കോട്ടക്കൊത്തളങ്ങൾ പൊളിച്ചടുക്കി ജനകീയ അടിത്തറ പാകിയ നേതാവുമാണ്. അപ്പോൾ കേവലം യാദൃച്ഛികമായി 3 പേരെ വകവരുത്താൻ ശ്രമിച്ചു എന്നല്ല നാട്ടുകാർ മനസ്സിലാക്കേണ്ടത്. ബോധപൂർവം സംഘടനയെ ഇല്ലാതാക്കാൻ നോക്കിയ ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമമാണ്. ഞാൻ എന്നെ ശ്രവിക്കുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. 90ന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് കുറിച്ചി എന്ന് പറയുന്നത്. ഇതിനേക്കാളെല്ലാം കൊടികൊട്ടിയ അവരുടെ ഏരിയ സെക്രട്ടറി ഉണ്ടായിരുന്നു P രാമചന്ദ്രൻ. ആ സമയത്ത് പോലും, അതായത് ഏകദേശം 35 വർഷം മുൻപ് അവർ അക്രമം കൊണ്ട് മാത്രം ഇവിടെ അഴിഞ്ഞാടിയ സമയങ്ങൾ, ഇവിടുത്തെ മറ്റുള്ള ഇതര പ്രസ്ഥാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം നൽകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും RSSന്റെയോ BJPയുടെയോ പ്രവർത്തകർക്ക് നേരെ ഒരു വിരൽ ചൂണ്ടിയാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിലെ RSSന്റെയും BJPയുടെയും നേതൃത്വത്തിനും പ്രവർത്തകർക്കും അറിയാമെന്ന് 35 വർഷം മുൻപ് മുതൽ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 35 വർഷം മുൻപ് ഇന്ന് നമുക്കറിയാം ഈ പ്രസ്ഥാനം ഇത്രയൊന്നും വളരാതിരുന്ന ആ കാലഘട്ടത്തിൽ അത് ചെയ്യാമെങ്കിൽ അവരുടെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന നിഖിൽ, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആയിരുന്ന SFIയുടെ ഗുണ്ടാ പ്രവർത്തനങ്ങൾക്കെല്ലാം നെടുനായകത്വം വഹിച്ചിരുന്ന, നേതൃത്വം വഹിച്ചിരുന്ന ആ നിഖിൽ ഈ കുറിച്ചിയിലും ഇവിടുത്തെ നമ്മുടെ ജനകീയരായിട്ടുള്ള നേതാക്കന്മാരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത്, അതിനുള്ള തുടക്കം കുറിച്ച സമയത്ത്, ആദ്യ ബൂത്തിന്റെ സമീപത്തു നിന്ന് ആ തർക്കങ്ങൾ തുടങ്ങിയ സമയത്തും അതിനുശേഷം വന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തകരെ മർദ്ദിക്കാൻ ശ്രമിച്ച സമയത്തും ഇവിടുത്തെ പോലീസ് അധികാരികളുടെ ശ്രദ്ധയിൽ ആ വിഷയം അവതരിപ്പിച്ചതാണ്. അവസാനം നമ്മുടെ ഈ മഞ്ജീഷിനെ ഉൾപ്പെടെയുള്ളവരെ വകവരുത്തുവാൻ, ശ്രീകുമാർജിയെ ഉൾപ്പെടെയുള്ളവരെ വാളുകൊണ്ട് വെട്ടി വകവരുത്തുവാൻ ശ്രമിക്കുന്നതിന് മുൻപ് ഈ പോലീസ് അധികാരികളെ അറിയിച്ചിട്ട് 1.5 മണിക്കൂറിന് ശേഷമാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് വിടിപണി ചെയ്യുന്ന ഇവിടുത്തെ ഈ കാക്കിയിട്ട കാപാലികന്മാർ തയ്യാറായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, 1 മണിക്കൂറും 1.5 മണിക്കൂറും മുമ്പ് നിങ്ങളെ വിളിച്ച സമയത്ത് അതിനൊരു അരമണിക്കൂറിന് ശേഷമെങ്കിലും ഈ വിഷയം നടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ആ പോലീസ് അധികാരികളുടെ സാന്നിധ്യമുണ്ടായിരുന്നുവെങ്കിൽ ഈ തരത്തിലുള്ള നീചമായിട്ടുള്ള ഒരു പ്രവൃത്തി ഇവിടെ അരങ്ങേറുകയില്ലായിരുന്നു. ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്, കൃത്യമായി ഇതിന് ഇവിടുത്തെ ഗവൺമെന്റിന്റെയും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഒത്താശയോടുകൂടി ഇവിടുത്തെ പോലീസ് അധികാരികളെ ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനത്തെ ഇല്ലാതാക്കുവാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഒരു കാര്യം കൂടി മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാം. പ്രിയമുള്ളവരെ, ഈ കാലമത്രയും RSSും BJPയും പ്രവർത്തിച്ച് വളർന്നു പന്തലിച്ച് വടവൃക്ഷമായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയോ അവരുടെ നേതാക്കന്മാരുടെയോ ഇവിടുത്തെ പോലീസ് അധികാരികളുടെ ഔദാര്യം കൊണ്ടല്ല. ആ സംഘടനയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും സമർപ്പിക്കുവാൻ തയ്യാറായിട്ടുള്ള ഇവിടെ കൂടിയിരിക്കുന്ന ഈ കണക്കിന് 100 കണക്കിനായിട്ടുള്ള പ്രവർത്തകരുടെ ആർജവവും ത്യാഗോജ്വലമായിട്ടുള്ള പ്രവർത്തനവുമാണ് RSSനെയും BJPയെയും ഇവിടെ വരെ എത്തിച്ചത് എങ്കിൽ, കള്ളും കഞ്ചാവും മുമ്പേ നമ്മുടെ ആരാധനായ ഷോൺ ജോർജ് സൂചിപ്പിച്ചതുപോലെ, നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തകരെ ഉപദ്രവിക്കണമെങ്കിൽ, ഞങ്ങളുടെ പ്രവർത്തകരെ കൈകാര്യം ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് കള്ളും കഞ്ചാവും കൊടുക്കണമെങ്കിൽ, ഇതൊന്നും കൊടുക്കാതെ തന്റെ നേതാവിനെ തന്നെ വളർത്തി വലുതാക്കിയ തങ്ങളുടെ പ്രിയപ്പെട്ട ആരാധ്യ നേതാക്കന്മാരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കള്ളും കഞ്ചാവും അല്ല ഞങ്ങളുടെ ലഹരി, പ്രവർത്തനമാണ് ഞങ്ങളുടെ ലഹരി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന 100 കണക്കിനായിട്ടുള്ള ഈ പ്രവർത്തകർ ഉണ്ടാവും അതിനെ പ്രതിരോധിക്കുവാനെന്ന് ഉറക്കെ പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഉറക്കെ തന്നെ പറയുകയാണ്, മുരളീധരനാണെങ്കിലും ശരി, അതേപോലെ തന്നെ
പത്മകുമാർ ആണെങ്കിലും ശരി, അനിൽകുമാർ ആണെങ്കിലും ശരി, ഇതെല്ലാം തന്നെ നിയന്ത്രിക്കുന്ന KD സുഗതനാണെങ്കിലും ശരി, നിങ്ങൾ മനസ്സിലാക്കണം, കേവലം ഇവിടുത്തെ നിഖിൽ എന്ന് പറയുന്ന പക്കാ CPM-ന്റെ ഗുണ്ടയെ അറസ്റ്റ് ചെയ്തതുകൊണ്ടോ അതിനോടൊപ്പമുള്ള ആ വെറും ഒരു ഊച്ചാളിയെ അറസ്റ്റ് ചെയ്തതുകൊണ്ടോ ഈ പ്രക്ഷോഭത്തിൽ നിന്ന്, ഈ പരിപാടിയിൽ നിന്ന് പിൻവാങ്ങുവാനല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ഉറക്കെ പറയുന്നു, ഇതിന്റെ പിന്നിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ആരാണ് ശ്രീകുമാർ എന്ന്, ആരാണ് മനോജ് എന്ന്, ആരാണ് മഞ്ജീഷ് എന്ന്. ആസൂത്രിതമായി ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന CPM-ന്റെ ഉന്നത നേതൃത്വത്തിന്റെ അറിവോടുകൂടി നടന്ന ആ ഗൂഢാലോചനയിൽ പങ്കാളികളായവരെയും അറസ്റ്റ് ചെയ്യണമെന്നും അവരെ കേസിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്യണം. ആ അറസ്റ്റ് ചെയ്യുന്നിടം വരെ ഈ പ്രക്ഷോഭം തുടരുക തന്നെ ചെയ്യും. വിശ്രമമില്ലാത്ത പ്രക്ഷോഭം ഇതിന് അന്ത്യം കുറിക്കുന്നതുവരെ, അതിന് നിയമപരമായിട്ടുള്ള നീതി ലഭിക്കുന്നതുവരെ ഈ പ്രക്ഷോഭം തുടരും. അതുകൊണ്ട് പോലീസ് അധികാരികൾ കേവലം ഗിമ്മിക്ക് കാട്ടിക്കൊണ്ട് ആ നിഖിലിനെയും വേറൊരു സാധാ ആളിനെയും മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ട് കണ്ണിൽ പൊടിയിടാമെന്ന് വിചാരിക്കേണ്ട. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഗൂഢാലോചന പുറത്തു വരണം. ആ ഗൂഢാലോചനയിൽ പങ്കാളികളായവരെ അറസ്റ്റ് ചെയ്യണം. മാതൃകാപരമായിട്ടുള്ള നടപടി, ഞങ്ങൾക്ക് സ്വീകാര്യമാകുന്ന നടപടി നിങ്ങൾ എടുത്തില്ല എങ്കിൽ ഞങ്ങളുടെ കോടതിയിൽ ശിക്ഷ വിധിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കരുതേ എന്ന് ഉറക്കെ പറയുവാൻ ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് അധികാരികൾ കേവലം ഇതൊരു പ്രതിഷേധ യോഗമായി മാത്രം കാണാതെ നാട്ടിൽ സമാധാനം പുലരുവാൻ, സമാധാന അന്തരീക്ഷം കാക്ഷിക്കുന്ന പ്രവർത്തകർ തന്നെയാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ചിട്ട് നീതിപൂർവമായ നിയമ നടപടികൾക്ക് പോലും നിങ്ങൾ തയ്യാറാവുന്നില്ല എങ്കിൽ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നിർബന്ധിതരാകും. അതുകൊണ്ട് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളെ നിർബന്ധിതരാക്കല്ലേ എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.